അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക. മക്കളെ എക്സാമും കാര്യമെല്ലാം ആയതുകൊണ്ട് വീഡിയോയുടെ താമസിച്ചു പോയി, സോറി. ന്യൂ ഇയർ സ്പെഷ്യലായിട്ടൊരു ജിഞ്ചർ കേക്ക് ഉണ്ടാക്കിയതാണ്. അടിപൊളിയാന്ന്. എല്ലാവരും വീഡിയോ കാണുക. കടയിൽ നിന്ന് വാങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ജിഞ്ചറാണ്. ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഇത് കൂടുതലൊന്നും വേണ്ട, നമുക്കൊരു ടീസ്പൂണോളം മതി. ഒരു 4 മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ഒരു നുള്ളി ഉപ്പ്, പിന്നെ 50 ഗ്രാം ഓയിൽ ഒന്ന് ചേർത്തെടുക്കുക. എന്നിട്ട് ഒരുപാടൊന്ന് ബീറ്റ് ചെയ്യാം, ബീറ്റ് ചെയ്ത് ചേർക്കുക. ഞാൻ 100 ഗ്രാം പഞ്ചസാര പൊടിച്ചെടുക്കുന്നതിന് അത് ചേർത്തെടുക്കാം. പിന്നെ 200 ഗ്രാം മൈദപ്പൊടി 100 ഗ്രാം ഒഴിച്ചെടുക്കുക. ഞാൻ ആ മൈദപ്പൊടിയിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കുറച്ചായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ജിഞ്ചർ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് അരഞ്ഞു പോയി, ഇനി പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല, അരഞ്ഞു പോയി. അത് ഞാനൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൽ ഞാൻ വനില എസൻസ് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ലൈറ്റ് ചൂടുവെള്ളമില്ല അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നത്. അതെന്ന് വെച്ചാൽ ഡോ കുറച്ച് കൂടുതലുണ്ട്. മൈദപ്പൊടി 200 ഗ്രാം എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ 4 മുട്ട മാത്രമേ എടുത്തത്. അപ്പോൾ ആ 4 മുട്ടയിൽ അത് എന്തായാലും റെഡിയായി വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 150 ഗ്രാമാണ് ഞാൻ വിപ്പിംഗ് ക്രീം ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുത്തിട്ട് എടുക്കുക, ഒന്ന് ബീറ്റ് ചെയ്യുക. കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്യുക. അതിനുള്ളിൽ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കേക്കിന് പാകമായിട്ടുള്ളൊരു ബൗളായിട്ട് പിന്നെ അതിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇത് ക്രീം തേച്ച് കൊടുക്കാൻ ഒരു എളുപ്പമായി നോക്കിയതാണ്. കുഴപ്പമില്ല, ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ചെത്തിപ്പൂ വെച്ച് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുത്തതാണ്. നല്ല ടേസ്റ്റാണ് കേക്കിന്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.